കോട്ടയം കുറിച്ചിയിൽ CPM അക്രമത്തിൽ BJP നേതാവിന് വെട്ടേറ്റു. ശ്രീകുമാറിനാണ് വെട്ടേറ്റത്. BJP പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. കുറിച്ചി പഞ്ചായത്ത് അംഗവും സ്ഥാനാർത്ഥിയുമായ മഞ്ജുഷിന്റെ വീട്ടിൽ കയറിയായിരുന്നു CPM പ്രവർത്തകരുടെ അക്രമം. മഞ്ജുഷിനും സുഹൃത്ത് മനോജിനും കമ്പിവടിയുള്ള അക്രമത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിവരം. CPM പ്രവർത്തകരായ നിഖിൽ, വിഷ്ണു എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് അറിയുന്നു. മിഥുൻ മുരളി നൽകും വിവരങ്ങൾ. മിഥുൻ, CPMന്റെ ഒരു അക്രമം BJP നേതാവിനെ വെട്ടേറ്റിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഏതൊരു സാഹചര്യമാണ് ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത്? പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തുനിന്ന് BJP നേതാക്കൾക്ക്, പ്രവർത്തകർക്ക് ഭീഷണി നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി BJP സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ കയറി BJP സ്ഥാനാർത്ഥിയെയും മറ്റ് പ്രവർത്തകരെയും പ്രാദേശിക നേതാക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ചത്. BJP നേതാവ് ശ്രീകുമാറിനാണ് ഗുരുതരമായ പരിക്കേറ്റിരിക്കുന്നത്. തലയ്ക്കാണ് വെട്ടേറ്റത്. BJP സ്ഥാനാർത്ഥിയായ നേരത്തെ പഞ്ചായത്ത് അംഗമായിരുന്ന മഞ്ജുഷിന്റെ വീട്ടിൽ കയറിയാണ് അക്രമം നടത്തിയത്. മഞ്ജുഷുമായി ഈ സ്ഥലത്തെ പ്രാദേശിക CPM DYFI പ്രവർത്തകർ നേരത്തെയും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. അത് ഭീഷണി മുഴക്കുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണിയായിരുന്നു പ്രാദേശിക CPM പ്രവർത്തകരായിട്ടുള്ള നിഖിൽ, വിഷ്ണു എന്നിവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇവർ നേരത്തെ മഞ്ജുഷിന്റെ നേരെ ഭീഷണി മുഴക്കുകയും സംബന്ധിച്ചുള്ള വാക്കുതർക്കങ്ങൾ, പ്രശ്നങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇത് അന്വേഷിക്കാൻ വേണ്ടി എത്തിയതാണ് സ്ഥലത്തെ BJP പ്രാദേശിക നേതാക്കളായ ശ്രീകുമാർ, മനോജ് എന്നിവർ. ഇവരും മഞ്ജുഷിന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് 60ഓളം CPM പ്രവർത്തകർ, CPM DYFI അക്രമികൾ നിഖിൽ, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ മഞ്ജുഷിന്റെ വീട്ടിലേക്ക് എത്തുകയും വാളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ച് ഈ 3 BJP പ്രാദേശിക നേതാക്കളെയും ഒപ്പം വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും ആക്രമിച്ചത്. BJP നേതാക്കളായ ശ്രീകുമാറിന്റെ തലയ്ക്ക് ഗുരുതരമായി വെട്ടേറ്റ് നിരവധി മുറിവുകൾ തലയിലുണ്ട്. കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായ മഞ്ജുഷ്, മനോജ് എന്നിവർക്കും കൈക്കും കാലിനുമടക്കം മുറിവേറ്റിട്ടുണ്ട്. ഇവരും കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന മഞ്ജുഷിന്റെ മാതാവ്, മഞ്ജുഷിന്റെ സഹോദരൻ തുടങ്ങിയ ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവര് ചങ്ങനാശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വലിയ അക്രമമാണ് CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വീട് കയറി ഉണ്ടായത്. 60ലധികം CPM അക്രമികളാണ് നിഖിൽ, വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിൽ ഈ മഞ്ജുഷിന്റെ വീട്ടിലേക്ക് എത്തിയത്. നേരത്തെ 2 തവണ തദ്ദേശ സ്ഥാപനത്തിൽ മഞ്ജുഷ് ജനപ്രതിനിധിയായിരുന്നു. 3ാം തവണയാണ് ഇത്തവണ മത്സരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രാദേശികമായിട്ട് CPM പ്രവർത്തകർ BJP നേതാക്കൾക്കെതിരെ, മഞ്ജുഷിനെതിരെ ഉയർത്തിയിരുന്ന ആ ഭീഷണിയും തുടർന്ന് ഉണ്ടായ ഭീഷണിയുടെ ഭാഗമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങളുമാണ് ഇന്നലെ വീട് കയറി ആക്രമിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിയത്. വലിയ കോട്ടയം കുറിച്ചിയിൽ CPM അക്രമത്തിൽ BJP നേതാവിന് വെട്ടേറ്റു എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മിഥുൻ മുരളി.